മതിയോ? അല്ല, ഋതികമൊന്നില്ലേ? ഇനി ആഹാരം കഴിക്കാൻ ക്ഷണിക്കാൻ ആനയെ അമ്പാരിയായിട്ട് പോണോ? നേദ്യാരമ്മയ്ക്ക് ഇറങ്ങാറായില്ലേ? മോള് വരും ചേച്ചി, നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടുത്തെ പതിവ്. പതിവൊക്കെ ഒരു ദിവസത്തേക്ക് മുടങ്ങിയെന്ന് വരും. അന്ന് കാര്യമാക്കണ്ട ചേച്ചി. ഭക്ഷണം കഴിക്കാൻ വരുന്നതൊക്കെ ഇങ്ങനെയാണോ? പിന്നെന്താ, ഭക്ഷണം കഴിക്കാൻ മുട്ടിലെഴിഞ്ഞു വരണം. ആഹാരം കഴിക്കാൻ വരുമ്പോഴേ ഒരു ഭയവും ഭക്തിയൊക്കെ വേണം. ഭയവും ഭക്തിയൊക്കെ കാണിക്കാൻ ഇത് അമ്പലമല്ലല്ലോ, ഡൈനിങ് ഏരിയ അല്ലേ. ദേ, നിന്റെ നിഷേധം അല്പം കൂടുന്നുണ്ടേ. ഞാൻ എന്ത് നിഷേധം കാണിച്ചു? ടേബിൾ മാനേഴ്സ് ഒന്നും തെറ്റിച്ചില്ലല്ലോ. എന്താ ചെറിയച്ച കഴിക്കാതിരിക്കുന്നെ? കഴിക്കാൻ പോളെ. അതെ, പെമ്പിളർക്ക് ഇത്തിരി അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ളത് നല്ലതാ. ഞാൻ അമ്മയെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ അടക്കം ഒതുക്കൊക്കെ തീരെ കുറവ്. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്തിനാ അടക്കം ഒതുക്കും? ആണുങ്ങൾക്കും ആയിക്കൂടെ? ആരാടാ വിളിക്കണേ? എന്താടാ പറയാനൊരു മടി? ഋതിക മാഡമാണോ? അതെ സാർ. പിന്നെന്താടാ നീ ഫോൺ എടുക്കാത്തത്? എടാ ഫോൺ എടുക്കടാ. ഹലോ, ഋതിക മാഡം. രാജു എവിടെയാ? ഞാൻ വീട്ടിലും മാഡം. അച്ഛനോട് പറഞ്ഞതൊക്കെ രാജു കേട്ടതല്ലേ? എന്തിനാ മാഡം പിന്നെ അതൊക്കെ ഓർത്തിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ മാഡം, സാർ അപ്പോഴത്തെ ദേഷ്യത്തിൽ അത് പറഞ്ഞു പോയതാ. മാഡം അത് മറന്നേക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തില് അച്ഛനത് പറഞ്ഞതല്ല. ഇതൊക്കെ അച്ഛന്റെ മനസ്സിലുള്ളതാ. ദേഷ്യം വന്നപ്പോ അതൊക്കെ പുറത്തു വന്നു. എന്റെ മനസ്സ് കീറി മുറിയുന്ന വാക്കുകളല്ലേ രാജു അച്ഛൻ പറഞ്ഞത്? എനിക്ക് അമ്മയില്ല, അച്ഛനുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച ഞാൻ ഒരു വിഡ്ഢിയല്ലേ രാജു? തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട മാഡം. അല്ല, ശരിക്കും ഞാൻ ആരാ രാജു? അച്ഛൻ ആരായിട്ടാ എന്നെ കാണുന്ന? ഒരു ഭിക്ഷക്കാരിയുടെ വില പോലും എനിക്കില്ലല്ലോ രാജു. സമൂഹത്തില് വലിയ മനുഷ്യനാ അച്ഛൻ. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഭരണാധികാരി. അച്ഛനൊരു വോട്ടർക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ രാജു? അങ്ങനെയൊന്നും ഇല്ല മാഡം. വെറുതെ വർമ്മ സാറിനെ തെറ്റിദ്ധരിക്കണ്ട. എനിക്കറിയാം
എല്ലാവരും വർമ്മ സാറിന്റെ ഭാഗത്ത്. വർമ്മ സാറാ ശരി, ഞാൻ ടോട്ടലി റോങ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രാജു. ഹലോ മാഡം, മാഡം. ആ എന്താടാ, എന്താ മാഡായിട്ടൊരു പ്രശ്നം? ഞാനായിട്ടൊരു പ്രശ്നമില്ല സാർ. പിന്നെന്താ കാര്യം? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛാ, നിങ്ങൾ ഇപ്പൊ വന്ന് നിൽക്കുന്ന ആ വേണുവിന്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാ. അതിനെന്താ, അവര് വാടക വരുന്നില്ലേ? അവരുടെ ഒരു ജാട. പലിശയ്ക്ക് കൊടുക്കുന്ന മാർവാടികളുടെ വീട്ടിലെ സ്റ്റാഫാ അത്രേ. വീട്ടുവേല ചെയ്യുന്നവർ സ്റ്റാഫാണോ? വീട്ടു ജോലി ചെയ്യുന്ന അത്ര മോശപ്പെട്ട പണിയാണോടി? നീ കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്ത് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ജീവിക്കുന്നവളല്ലോടി. നീ മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന അട്ടയല്ലോടി. ഓപ്പറേഷൻ കുബേരക്കാലത്തായിരുന്നെങ്കിൽ ഈ ജയിലിൽ കിടന്നേനെ. ദേ തള്ളേ, എന്താടി എന്റെ നാവ് തുറന്നാലേ ഞാൻ പലതും വിളിച്ചു പറയും. ആ, നീ അങ്ങനെ പറഞ്ഞാലേ ഞാൻ മൈക്ക് കെട്ടിവെച്ച് നിന്റെ കുടുംബചരിത്രം മൊത്തം നാട്ടുകാരോട് മുഴുവനും വിളിച്ചു പറയും. നിനക്ക് ശരിക്കും അറിയില്ലെന്നെ. ഇടറിയ ഞാൻ പിടിയാനെയാ, നശിപ്പിച്ചു കളയും ഞാൻ.